കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോഡയുടെ ഒക്ടാവിയ ആണ്. 2016 മോഡൽ ഒക്ടാവിയ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വന്നേക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കും. കാരണം എവിടെയൊക്കെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളോ പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സ്കോഡയുടെ ഒക്ടാവിയാണ്. അപ്പോൾ ഒക്ടാവിയ ഞാൻ പറഞ്ഞ പോലെ 2016 മോഡൽ സ്കോഡ ഒക്ടാവിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒക്ടാവിയ വാഹനങ്ങളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്കോഡയുടെ ഏറ്റവും നല്ല സെഡാൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങിയ സെഡാനിൽ ജനസമ്മതനായിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ഒക്ടാവിയ എന്നാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒക്ടാവിയ സെലക്ട് ചെയ്തിട്ടുണ്ടായി, വാങ്ങിച്ചിട്ടുണ്ടായി. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചു നടക്കുന്നത്. പഴയ മോഡലായാലും പുതിയ മോഡലായാലും ഒക്ടാവിയ എന്നും ഒക്ടാവിയ തന്നെയാണ്. കേട്ടോ, വണ്ടിയുടെ ആ ഒരു ലുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വാഹനം കാണുമ്പോൾ 2016 മോഡൽ ഒക്ടാവിയ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൽ വന്നേക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റായിരുന്നു ഉപയോഗിച്ച വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. ചെറിയ രീതിയിലുള്ളൊരു പാച്ചല്ല, ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെയാണ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് വീട്ടിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് വാഹനം ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. വളരെ നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇനി വീലാർസിലേക്കൊന്ന് പോയേക്കാം. ഈ വീലാർസ് ആയാലും കണ്ടോ, നല്ല നീറ്റായിട്ടിങ്ങനെ വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലായാലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിലും കൂടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഒരു വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നീറ്റായിട്ട് ഇങ്ങനെ ലാമ്പും കൂടെ കാണാൻ പറ്റും. താഴെ ഫോഗ് ലാംപ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെയും ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ താഴെ നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് കാണാം. ബാക്കി ഭാഗം നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കിട്ടുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നമ്മൾ നോക്കുമ്പോൾ ആ ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പിൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും പൊടിക്ക് ചെറിയ സ്ക്രാച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ബാക്കിൽ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡുവൽ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ ORM കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം, ലെതർ സീറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. DSG ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 1,32,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയേക്കണേ. ഇവിടുന്ന് സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം. റിയറിലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റിയർ സീറ്റ്സ് കിട്ടുന്നുണ്ട്. സൺറൂഫും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്ക് പയ്യൻ്റെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് പാസഞ്ചർ സൈഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ നീറ്റായിട്ട് ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടെ ആയാലും സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് മിഡിൽ ലാവിഷായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എഞ്ചിൻ റൂം അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒക്ടാവിയയുടെ ഒരു എഞ്ചിൻ റൂം. അപ്പോൾ ഡീസൽ എഞ്ചിനാണ് ഈ വന്നേക്കണേ. അതേപോലെ തന്നെ ഫുള്ളി സീൽഡ് ആൻഡ് കവേർഡാണ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും എടുത്ത് കാണിക്കാനില്ല. പക്ഷേ എഡ്ജസ്റ്റിലേക്കൊന്ന് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാവുന്നതാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കാം. കേട്ടോ, നമുക്ക് ബാറ്ററി പവർഫുൾ ബാറ്ററി അതങ്ങനെ ഇവിടെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. എഡ്ജസൊക്കെ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ വന്നേക്കണത്. ഞാൻ ജസ്റ്റ് ഒന്ന്
അപ്പ് ചെയ്യട്ടെ. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ് കാണാം. ഇവിടെ ബൂട്ട് സ്പേസ് നോക്കാം. ലാവിഷായിട്ടുള്ള ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ അറ്റം വരെ നമുക്ക് വണ്ടിയുടെ ബൂട്ടിൻ്റെ എഡ്ജാണ് ഈ വന്നേക്കണം. അതേപോലെ തന്നെ നമുക്കിവിടെ ടയേഴ്സ് നോക്കാം. സ്പെയർ വീലായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. റോഡ് ടച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് സംശയമാണ്. അത്ര ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട്. ടൂൾസും കാര്യങ്ങളും അവൈലബിൾ ആണ്. സ്പെയർ വീൽ റൂമായാലും നല്ല നീറ്റായിട്ടിരിക്കണം. സ്പെയർ വീൽ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ. ഇതിൻ്റെ ലിഡിൻ്റെ എഡ്ജ് കൂടി ഞാൻ കാണിച്ചു തരാം. ലിഡിൻ്റെ എഡ്ജായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കോഡയുടെ വാഹനമൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു സ്കോഡയുടെ ഒക്ടാവിയ. കാരണം ഒക്ടാവിയക്ക് നല്ലൊരു ബോഡി ക്വാളിറ്റിയാണ്. എനിക്ക് ലോറയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി ഈ ഒരു ഒക്ടാവിയ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല നമുക്കൊരു വലിയ കാശ് മുടക്കില്ലാതെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു ഒക്ടാവിയ സീരീസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ഒക്ടാവിയ ഇറങ്ങണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയ സമയത്ത് ഏകദേശം ഒരു ബേസ് മോഡലിന് തന്നെ 24 lakhs എന്തോ വരുന്നുണ്ടായി. അപ്പോൾ ഓണോട് വരുമ്പോൾ എന്തായാലും നമുക്കറിയാലോ ഒരു 26-27 ആ റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണ് ബേസ് മോഡലിൻ്റെ കാര്യം പറഞ്ഞാൽ. ഇത് സ്റ്റൈൽ പ്ലസ് ആണ്, ബേസിന് മുകളിലുള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോണ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളൊക്കെ വളരെ 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 കുറവ് റേറ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എത്രയാണ് റേറ്റ് ഞാൻ പറയാം. അതിനേക്കാൾ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഒക്ടാവിയ സ്റ്റൈൽ പ്ലസ് 2016 മോഡലിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11,60,000 രൂപയാണ്. 11.60 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ എടുത്തുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വാട്സാപ്പോ കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഒക്ടാവിയയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.